ഈ മാലിന്യങ്ങൾ റോഡിൽ വലിച്ചെറിയുമ്പോൾ അതിന്റെ കുഴപ്പം രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. ഈ തെരുവ് നായ്ക്കൾ നമ്മൾ നായ്ക്കളെ വീട്ടിൽ വളർത്തിയിരുന്നു, ബിസ്ക്കറ്റ് കൊടുക്കും, കമോൺ ടൈഗർ വന്നു സിറ്റ് ഡൗൺ ഇരിക്കും. ഇതൊക്കെ ചെയ്തിരുന്ന നായ്ക്കൾ ഇന്ന് നമ്മളെ കണ്ടാൽ കടിച്ചു മറിക്കും. കാരണം കുറുക്കനും നായും തമ്മിൽ വ്യത്യാസമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാട്ടുപന്നിക്ക് നമ്മളോട് വല്ല വിധേയത്വമുണ്ടോ? ഇല്ല. അതുപോലെ തെരുവ് നായ്ക്കൾക്ക് വിധേയത്വമില്ല. അന്ന് ആരും തീറ്റി കൊടുക്കുന്നില്ല, റോഡിൽ കിടക്കുന്നു, തെരുവിൽ ജനിക്കുന്നു. നമ്മൾ വലിച്ചെറിയുന്ന ചിക്കൻ്റെ കഷ്ണം എല്ലിങ്കൊക്കെ കടിക്കുന്നു, വേറൊരു നായി വരുന്നു, അതുമായി കടിപിടി കൂടുന്നു. അങ്ങനെ ആരാണോ ബലവാൻ അയാൾ ഇത് കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന മാലിന്യം തിന്ന് ജീവിക്കുന്ന ഇത് ഇന്നലെയും ഒരു കുഞ്ഞിൻ്റെ കാത് കടിച്ചു പറിച്ചു. പേപ്പട്ടിയാണെന്ന് വിചാരിച്ചത്, ഡേഞ്ചറസ് സിറ്റുവേഷൻ മനസ്സിലാണ്. കുഞ്ഞാണ്, കാതിൽ കടിച്ചാൽ കുഴപ്പമില്ല. എൻ്റെ നാട്ടിൽ ഇത് സംഭവിച്ചു. എൻ്റെ നാട്ടിലൊരു കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ കടിച്ചു, ഞരമ്പിലാണ് കടിച്ചത്. അതായത് നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബോഡി, നമ്മൾ കൊടുക്കുന്ന പേവിഷത്തിന് നൽകുന്ന ഇഞ്ചക്ഷൻ, ആ ഇഞ്ചക്ഷൻ ശരീരത്തിൽ ആൻറ്റിബോഡിയായി മാറി വരാൻ 15 ദിവസം എടുക്കും. പക്ഷേ ഈ സാധനം അതിന് മുമ്പ് തലച്ചോറിലെത്തിയാൽ ആദ്യം വരുന്നത് പേവിഷബാധയായിരിക്കും. മരുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല. കുഞ്ഞിൻ്റെ ചെവിയിലാണ് കടിച്ചത്. ആ നായ്ക്ക് പേ ഉണ്ടെങ്കിൽ ഏറ്റവും ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട്. അതിൽ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ശരീരത്തിൽ ഇഞ്ചക്ഷൻ എടുത്താൽ അത് പ്രവർത്തിച്ച് ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യാൻ 15 ദിവസം എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ 15 ദിവസമൊന്നും സമയമില്ല. കടിച്ചാൽ നേരെ ഈ സാധനം നേരെ ബ്രെയിനിലേക്ക് പോവുകയാണ്. ആദ്യം ആര് പ്രവർത്തിക്കും എന്നുള്ളതാണ്. മഹാഭാഗ്യം കൊണ്ടാണ് പലപ്പോഴും രക്ഷപ്പെടുന്നത്. അത്തരം കാര്യങ്ങളിൽ നായ്ക്കളെ പിടിക്കാൻ ചില ആളുകൾ സമ്മതിക്കത്തില്ല. ഈ അടുത്ത കാലത്ത് മേനകാ ഗാന്ധിയുടെ ഒരു കത്ത് ആർക്കാണ്ട് വന്നു, KSRTC ആർക്കാണ്ട്. KSRTC ബസ്സുകളിൽ നായ്ക്കളെ ഉപദ്രവിക്കരുതെന്ന് എഴുതിയാണ്. ഞാൻ എനിക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. മൃഗങ്ങളെ പീഡിപ്പിക്കരുത് എന്ന് ബസ്സിനകത്ത് ഞാൻ പറഞ്ഞാൽ അത് വേണ്ട, തൽക്കാലം അത്രയും ബോധം മതി. സിനിമ തുടങ്ങാനും എഴുതി കാണിക്കും മൃഗങ്ങളെ ഉപദ്രവിക്കില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് KSRTC ബസ്സിനകത്തല്ല, കേരളത്തിലോടുന്ന എല്ലാ ബസ്സിലും മൃഗങ്ങളെ ഉപദ്രവിക്കരുത്. അങ്ങനെ അറിയാം, ഉപദ്രവിക്കരുന്ന ആൾക്കാർക്കറിയാം, അവർ ഉപദ്രവിക്കത്തില്ല. പക്ഷേ ഈ തെരുവ് നായ്ക്കൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യമാണ്. അതിന് തിന്നാനും വളരാനും ജീവിക്കാനും നമ്മൾ തന്നെ സാഹചര്യം ഒരുക്കണം. അവർ തെരുവിലേക്ക് ഒന്നും വലിച്ചെറിയരുത്. അതിപ്പം പലപ്പോഴും പലരും പറയാറുണ്ട്, എന്താണ് തെരുവ് നായ്ക്കള് അല്ല തെരുവിലേക്ക് എൻ്റെ വീട്ടിലെ മാലിന്യം വാരി അങ്ങ് റോഡിലോട്ട് ആരാവാറണ്ടേ? പഞ്ചായത്ത് മെമ്പറാണ് പറഞ്ഞത്. ഈ പഞ്ചായത്ത് മെമ്പറാണോ ഇതിൻ്റെ ആള്? പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുത്തത് ചവറ് വാരാനാണോ? അല്ലല്ലോ. വലിച്ചെറിയാതിരിക്കുക, നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ വീട്ടിൽ ഹരിതകർമ്മസേന വരുന്നുണ്ട്, പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, അവരെ ഏൽപ്പിക്കാം, അവരത് സംസ്കരിച്ചുകൊള്ളും. അതിന് പഞ്ചായത്തുകളിൽ സംവിധാനമുണ്ട്. അതിനോട് നമ്മൾ നന്നായി സഹകരിക്കുക എന്നുള്ളതാണ് ഓരോ പൗരൻ്റെയും ധർമ്മം. നമ്മൾ തന്നെ വലിച്ചെറിയുന്ന മാലിന്യത്തിൽ നിന്ന് ജീവിക്കുന്ന തെരുവ് നായ്ക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ കടിച്ച് മരണത്തിലേക്ക്, വളരെ ദുഃഖകരമായ മരണത്തിലേക്ക് തള്ളിവിടുന്ന ആ കാഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ വികസന സെമിനാറൊക്കെ നടക്കുമ്പോൾ നമ്മൾ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന, നിങ്ങളിൽ ഓരോരുത്തരും വയ്ക്കുന്ന നല്ല ആശയങ്ങൾ, ആ ആശയങ്ങൾക്കനുസരിച്ച് ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.